ജോസ് കെ മാണി LDF വിടുമോ? ജോസ് കെ മാണി മാത്രമല്ല, ശ്രേയാംസ് കുമാർ നയിക്കുന്ന RJDയും മുന്നണി വിടുമോ? രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നിരിക്കുന്ന ഒരു ചോദ്യമാണിത്. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഇടതുമുന്നണിക്കുള്ളിൽ അസ്വസ്ഥത പടർത്തുന്ന നിരവധി സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഈ സംഭവത്തെ പറ്റി വിശദമായി പറയാൻ പവിത്രൻ ഫോണിലുണ്ട്. ഹലോ പവിത്രൻ, ഇടതുമുന്നണിയിൽ ചില നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. ഇത് ശരിയാണോ? ശരിയാണ് കാവ്യ. പുറമേ ശാന്തമാണെങ്കിലും ഇടതുമുന്നണിയുടെ ഉള്ളിൽ ചില പുകച്ചിലുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കുറേയേറെ നാളായി ഈ പ്രശ്നങ്ങൾ ഇടതുമുന്നണിക്കുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്നാരും ഇത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിവാദങ്ങൾ പയ്യെ പയ്യെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തിന് മേലായി RJD ഇടതുമുന്നണിയിൽ അസ്വസ്ഥരാണ്. കഴിഞ്ഞ ഭരണത്തിൻ്റെ അവസാനം ജോസ് കെ മാണിയെപ്പോലെ മുന്നണിയിലെത്തിയ കക്ഷിയാണ് RJDയും. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മാത്യു ടി തോമസിൻ്റെ ജനതാദളിന് കിട്ടിയ അംഗീകാരത്തിൻ്റെ പകുതി പോലും തങ്ങൾക്ക് കിട്ടിയില്ലെന്നവർ അന്നേ പരാതിപ്പെട്ടിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ RJDക്ക് വിജയിക്കാനായത് മുൻ മന്ത്രി കൂടിയായ KP മോഹനന് മാത്രമായിരുന്നു. പാർട്ടിയുടെ ചെയർമാനായ ശ്രേയാംസ് കുമാർ പോലും കൽപ്പറ്റയിൽ T സിദ്ദിഖിനോട് പരാതിപ്പെട്ടു. ഈ പരാജയത്തിന് കാരണം ഇടതുമുന്നണിക്ക് വളരെ അനുകൂലമായിരുന്ന സാഹചര്യമായിട്ടുകൂടി CPM കാലുവാരിയതാണെന്ന പരാതി അന്നേ ഉയർന്നിരുന്നു. എങ്കിലും അന്ന് അതൊരു പ്രശ്നമായി അവരുയർത്തിയില്ല. തുടർന്ന് നടന്ന മന്ത്രിസഭാ രൂപീകരണത്തിലും KP മോഹന് മന്ത്രിസ്ഥാനം നൽകാതെ അവഗണിച്ചു. 2.5 വർഷത്തിന് ശേഷം നടന്ന മന്ത്രിസഭാ മാറ്റങ്ങളിലും KP മോഹനെ അവഗണിച്ചു. എടുത്തുകാട്ടാൻ ഒരു സംസ്ഥാന കമ്മിറ്റി പോലും ഇല്ലാത്ത കോൺഗ്രസിലെ ഏക MLA ആയ കടന്നപ്പള്ളി രാമചന്ദ്രന് പോലും മന്ത്രിസ്ഥാനം നൽകിയിട്ടും RJDയെ അവഗണിച്ചത് അന്നേ അവരെ ക്ഷുഭിതരാക്കിയിരുന്നു. സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പലതവണ ഇത് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തിന് മേലായി അസംതൃപ്തരായാണ് RJD മുന്നണിക്കുള്ളിൽ നിൽക്കുന്നത്. എങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും കരുതിയാണ് RJD മുന്നണിയിൽ തുടർന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായാണ് കാര്യങ്ങൾ നീങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തൂത്തുവാരൽ പ്രതീക്ഷിച്ച CPM അർഹതയ്ക്കൊത്ത സീറ്റുകൾ തങ്ങൾക്ക് നൽകിയില്ലെന്ന് RJD അന്നേ വിലപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അത് പൂർണ്ണമാക്കി. കിട്ടിയത് തുലോം കുറഞ്ഞ സീറ്റുകൾ, ജയിച്ചതോ നാമമാത്രം. ഇത് RJD അണികളെ വല്ലാതെ ക്ഷുഭിതരാക്കി. സംസ്ഥാന കമ്മിറ്റിയിൽ പൊട്ടിത്തെറിയും വാഗ്വാദങ്ങളുമായി. ഈ സാഹചര്യത്തിൽ മുന്നണി മാറണമെന്ന വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. അവർ UDFുമായി അനൗദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് തടയിടാൻ CPMൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതുവരെ അതത്ര വിജയിച്ച മട്ടില്ലെന്നാണ് അറിവ്. UDFുമായുള്ള ചർച്ചകൾ വിജയിച്ചാൽ RJD അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFിൽ ഉണ്ടാകാനിടയില്ലെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. RJDയുടെ വിഷയം ഇതാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വിഷയം മറ്റൊന്നാണ്. അതിനെപ്പറ്റി ഗോപികല വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഗോപികല? ജോസ് കെ മാണിയുടെ 2 പൂക്കുമോ തളിർക്കുമോ അതോ ഈ വേനലിൽ കൊഴിഞ്ഞു വീഴുമോ? എന്തൊക്കെയാണ് ഗോപികല രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെ വർത്തമാനം? ശരിയാണ് കാവ്യ. ഏത് വേനലിലും കരിഞ്ഞുണങ്ങാത്ത 2 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല. UDF വിട്ട് ജോസ് കെ മാണി LDFിൽ എത്തിയപ്പോൾ കിട്ടിയത് വലിയൊരു സ്വീകരണമായിരുന്നു. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അർഹതയ്ക്കപ്പുറമുള്ള സീറ്റുകൾ ജോസ് കെ മാണിക്ക് നൽകുകയും അതിൽ വലിയൊരു ഭൂരിപക്ഷം വിജയിക്കുകയും ചെയ്തു. പാലാ മുനിസിപ്പാലിറ്റിയിൽ വരെ CPM ഭരണം കൈയാളാനും കഴിഞ്ഞു. ഇത് ജോസ് കെ മാണിക്കുണ്ടാക്കിയ മൈലേജ് ചെറുതായിരുന്നില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിലും CPM ഇതേ രീതിയിൽ തന്നെ ജോസ് കെ മാണിയെ ട്രീറ്റ് ചെയ്തു. അവിടെയും വൻ വിജയമുണ്ടായി. UDFിൽ ജോസഫ് വിഭാഗത്തിന് 2 സീറ്റുകളിൽ മാത്രം വിജയിക്കാനായപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിന് 5 സീറ്റുകളിൽ വിജയിക്കാനായി. മാത്രവുമല്ല, റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനവും ഡോക്ടർ ജയരാജിന് ക്യാബിനറ്റ് പദവിയോടെ ചീഫ് വെപ്പ് സ്ഥാനവും CPM നൽകി. ജോസ് കെ മാണിക്ക് മന്ത്രിയാൻ കഴിഞ്ഞില്ലെന്നൊഴിച്ചാൽ മറ്റെല്ലാ കാര്യത്തിലും അവർ സംതൃപ്തരായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാം തകർത്തു. കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അവർ തകർന്നു വീണു. അടുത്തറ തന്നെ തകർന്ന അവസ്ഥയാണിപ്പോൾ. ഇത് കേരള കോൺഗ്രസിനുണ്ടാക്കിയ നടുക്കം ചെറുതൊന്നുമല്ല. പാർട്ടിയെ പിന്തുണച്ചിരുന്ന സഭകളും ജനഭാഗവും പാർട്ടിയിൽ നിന്ന് അകന്ന വിവരം അവരിപ്പോൾ തിരിച്ചറിയുന്നു. CPMനൊപ്പം ചേർന്നതിൽ മുമ്പേ ക്ഷുഭിതരായിരുന്ന വലിയൊരു വിഭാഗം ആ പാർട്ടിയിലുണ്ട്. ഇപ്പോൾ അവർ കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. LDF വിടണമെന്നാണ് അവരുടെ ആവശ്യം. ഇതാണ്
ജോസ് കെ മാണിയെ ഇപ്പോൾ കുഴയ്ക്കുന്ന പ്രശ്നം. ജോസ് കെ മാണി മുന്നണി വിട്ടു പോകാതിരിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും CPM തയ്യാറാണെങ്കിലും UDF ചില അനൗദ്യോഗിക ചർച്ചകൾ നടന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ കാവ്യ, ഇത് UDF ചില പൊട്ടിത്തെറികൾ ഉണ്ടാക്കും. ജോസ് കെ മാണിയെ മുന്നണിയുടെ 7 അയലത്ത് അടുപ്പിക്കേണ്ട എന്നാണ് മധ്യ തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാരുടെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെയും ഉറച്ച തീരുമാനം. ജോസിനെ കൊണ്ടുവന്നാൽ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് ജോസഫിൻ്റെ ഭയം. ജോസഫ് വിഭാഗം ഇപ്പോൾ 10 സീറ്റുകളാണ് മത്സരിക്കുന്നത്. അത് കുറയാനോ ജോസ് വിഭാഗത്തിന് കൂടുതൽ സീറ്റുകൾ നൽകാനോ അവർക്ക് സമ്മതമല്ല. കഷ്ടകാല നാളുകളിൽ ഒപ്പം നിന്ന തങ്ങളുടെ വാക്കുകൾ അവഗണിച്ച് ജോസ് വിഭാഗത്തെ UDF എത്തിച്ചാൽ തങ്ങൾ മുന്നണി വിടാനും മടിക്കില്ലെന്നാണ് അവരുടെ ഭീഷണി. അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോസ് വിഭാഗം UDF ജോസഫ് വിഭാഗം LDF വരാം. എന്താണെങ്കിലും നെല്ലും പതിരും തിരിയാൻ ഇനി അധിക ആഴ്ചകൾ ആരും കാത്തിരിക്കേണ്ടി വരില്ല കാവ്യ. അതെ, കാലമായിരിക്കില്ല ഇവിടെ കണക്കുകൾ ആരംഭിക്കുന്നതും തീർക്കുന്നതും, മറിച്ച് കക്ഷികളായിരിക്കും. നമുക്കും അത് കാണാൻ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.